കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് മെയ് 2-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. ഷീജ ചേരും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അത് അങ്ങനെ വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ കമ്മീഷനിലേക്ക് എത്തുകയാണ്. കമ്മീഷനിങ്ങിന് വേണ്ടി ഏറെ മാസങ്ങളായി തന്നെ കേരളം കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴേതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു. മെയ് 2-ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ കമ്മീഷനിങ് നടത്തുകയാണ്. ഏതായാലും ഇതിനകം തന്നെ ലോക ശ്രദ്ധയിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതിൻ്റെ പ്രത്യേകിച്ചും ജൂലൈ മുതൽ ഇതുവരെയുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ഏകദേശം 300ഓളം കപ്പലുകൾ, കൃത്യമായി പറഞ്ഞാൽ 270ഓളം കപ്പലുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ, മദർഷിപ്പുകളാണ് ഇവിടേക്ക് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടിട്ടുള്ളത്. അതിൽ നിന്നും കണ്ടെയ്നറുകളുടെ കയറ്റിറക്കുമതി എന്ന് പറയുന്നത് ഏകദേശം 6 ലക്ഷത്തോളം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 6 ലക്ഷം TEU കണ്ടെയ്നറുകളാണ് ഇവിടെ കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതും വലിയൊരു നേട്ടം തന്നെയാണ് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഇതിന്റെ കമ്മീഷനുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു. മെയ് 2-ന് രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നാടിന് സമർപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്കും സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ കടന്നു കഴിഞ്ഞു. ഇതിനോടകം തന്നെ ലോക പ്രശസ്തി ആർജിച്ച രൂപത്തിലോട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ ട്രയൽ റണ്ണിൻ്റെ പീരീഡിലും അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇതുവരെ വരാത്ത, ഒരുപക്ഷെ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ വരാത്ത ഷിപ്പുകൾ MSCയുടെ ഈ കാലഘട്ടത്തിൽ വിഴിഞ്ഞത്ത് വന്നെടുത്തിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ 1-ാം ഘട്ടം BGF കഴിഞ്ഞ ദിവസം ഒപ്പിട്ടതോടുകൂടി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. 1-ാം ഘട്ടം 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ശ്രമകരമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്രോതസ്സും സംസ്ഥാന ഗവൺമെൻറ് വഹിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ 1-ാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം വിഴിഞ്ഞം തുറമുഖം ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ചും 2024 ഡിസംബർ 3 കൂടിയാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചത്. അതിനൊപ്പം തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നത് 2034 ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ പൂർണ്ണ തോതിൽ സജ്ജമാകും എന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ നിന്നും ഒരു മാറ്റം സംസ്ഥാന സർക്കാർ വരുത്തിയിട്ടുണ്ട്. പുതിയ കരാർ പ്രകാരം 2028 തന്നെ വിഴിഞ്ഞത്തിൻ്റെ 4 ഘട്ടവും പൂർത്തിയാക്കി വിഴിഞ്ഞം പൂർണ്ണ തോതിൽ സജ്ജമാകും എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ആദ്യഘട്ടത്തിന്റെ പണികൾ പൂർണ്ണമായും നേരത്തെ തന്നെ പൂർത്തിയാക്കി അതിന്റെ വാണിജ്യതല പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിനൊപ്പം തന്നെ 2ഉം 3ഉം 4ഉം ഘട്ടത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി, പാരിസ്ഥിതിക അനുമതിയും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കമ്മീഷനിങ്ങിന് തൊട്ടു പിന്നാലെ തന്നെ അതിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.